നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പൂജപ്പുര ജയിലിന് മുന്നിലെ ആഹ്ലാദ പ്രകടനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും കേസെടുത്ത് പോലീസ്. ഹമാസിന്റെ തുരങ്കങ്ങൾ പൊളിക്കാൻ വർഷങ്ങൾ വേണ്ടിവരുമെന്ന് വ്യക്തമാക്കി ഇസ്രായേൽ രഹസ്യാന്വേഷണ സേന. കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രിയും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ തോമസ് ഐസക്കിന് വീണ്ടും ED നോട്ടീസ്. ജനങ്ങളോടുള്ള എടാ പോടാ നീവിളികൾ പോലീസ് മതിയാക്കണമെന്ന് നിർദ്ദേശിച്ച് ഹൈക്കോടതി. മാലിദ്വീപ് വിഷയത്തിൽ പ്രായോഗികമായ പരിഹാരം കണ്ടെത്താൻ ശ്രമമെന്ന് വ്യക്തമാക്കി വിദേശകാര്യ മന്ത്രാലയം. വാർത്തകൾ വിശദമായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും കേസെടുത്ത് പോലീസ്. ബുധനാഴ്ച ജാമ്യം ലഭിച്ചതിന് പിന്നാലെ പൂജപ്പുര ജയിലിന് മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിന് സ്വീകരണം നൽകിയ സംഭവത്തിൽ 12 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പ്രതി ചേർത്താണ് കേസെടുത്തിരിക്കുന്നത്. കേസിൽ രാഹുൽ രണ്ടാം പ്രതിയാണ്. യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം സജീറാണ് ഒന്നാം പ്രതി. ഗതാഗതം തടസ്സപ്പെടുത്തി പൊതുജന സമാധാനം തകർത്തു, ലഹളയുണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ പ്രകോപനമുണ്ടാക്കി, ഫ്ലെക്സ് ബോർഡുകൾ തകർത്തു, പോലീസ് ആജ്ഞ ലംഘിച്ച് ന്യായവിരുദ്ധ പ്രവൃത്തികൾ നടത്തി തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് FIR രജിസ്റ്റർ ചെയ്തിരുന്നത്. കണ്ടാലറിയാവുന്ന 200ഓളം പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് പ്രതിഷേധവുമായി ബന്ധപ്പെട്ട എല്ലാ കേസിലും ജാമ്യം ലഭിച്ച് ബുധനാഴ്ച രാത്രി 9:15 രാഹുൽ പൂജപ്പുര ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ BV ശ്രീനിവാസ്, സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി, ഷാഫി പറമ്പിൽ MLA എന്നിവർ ഉൾപ്പെടെയുള്ള നേതാക്കൾ രാഹുലിനെ സ്വീകരിക്കാനായി പൂജപ്പുര സെൻട്രൽ ജയിലിൽ എത്തിയിരുന്നു. 9 ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം പുറത്തിറങ്ങിയ രാഹുലിനെ പുഷ്പവൃഷ്ടിയും വെടിക്കെട്ടും ഉൾപ്പെടെ നടത്തിയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വരവേറ്റത്. സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെയുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് കന്റോൺമെന്റ് പോലീസ് 3ഉം DGP ഓഫീസ് മാർച്ചുമായി ബന്ധപ്പെട്ട് മ്യൂസിയം പോലീസ് 1 കേസുമാണ് നേരത്തെ രാഹുലിന്റെ പേരിൽ എടുത്തത്. ജില്ലാ ജയിലിൽ വെച്ച കന്റോൺമെന്റ് പോലീസ് 2 കേസുകളിലും മ്യൂസിയം പോലീസ് 1 കേസിലും അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ IT കമ്പനിയായ എക്സാലോജിക്കിന്റെ ഇടപാടുകൾ പ്രഥമദൃഷ്ട്യാ നിയമവിരുദ്ധവും ദുരൂഹവുമാണെന്ന് വ്യക്തമാക്കുന്ന രജിസ്ട്രാർ ഓഫ് കമ്പനീസ് റിപ്പോർട്ടിനെതിരെ CPM. കരിമണൽ കമ്പനിക്ക് എക്സാലോജിക് സേവനം നൽകിയോ എന്ന് ROC അന്വേഷിച്ചിട്ടില്ലെന്നും അതിനവർക്ക് അവകാശമില്ലെന്നുമായിരുന്നു കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലന്റെ വാദം. ആവശ്യപ്പെട്ട രേഖകളെല്ലാം വീണ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വീണയ്ക്കും മറ്റ് CPM നേതാക്കൾക്കുമെതിരെയുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന വാദം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ആവർത്തിച്ചു. പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ നേതാക്കൾക്കെതിരെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് നടത്തുന്ന വേട്ടയാടലിന്റെ ഭാഗമാണ് കേരളത്തിലെ നീക്കമെന്ന് MV ഗോവിന്ദൻ ആരോപിക്കുന്നത്. കിഫ്ബിക്കും തോമസ് ഐസക്കിനും P രാജീവിനും മുഖ്യമന്ത്രിയുടെ മകൾക്കുമെതിരായ അന്വേഷണമെല്ലാം ഇതിന്റെ ഭാഗമാണ്. അന്വേഷണങ്ങളെ ഭയക്കുന്നില്ല, രാഷ്ട്രീയമായി നേരിടും. CPMനെ വേട്ടയാടാൻ പിന്തുണ നൽകുന്ന KPCCയുടെ നിലപാട് സ്വന്തം ശവക്കുഴി കുഴിക്കുന്നതിന് സമാനമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനമായ ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് പ്രോസിക്യൂഷൻ ആവശ്യമില്ലെന്ന് കണ്ടെത്തിയ കാര്യത്തിൽ അന്വേഷണം വേണമെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്നായിരുന്നു ബാലന്റെ ചോദ്യം. CMRL കൊടുത്ത കണക്കിൽ 70% ശരിയായ ചെലവാണെന്ന് കണക്കിലാക്കിയാണ് സെറ്റിൽമെന്റ് ബോർഡ് നികുതി ഇളവ് അനുവദിച്ചത്. രാഷ്ട്രീയക്കാർക്കും ആരാധനാലയങ്ങൾക്കും കൊടുത്ത തുക ഉൾപ്പെടെയാണിവ. വീണയിൽ നിന്നും മതിയായ സേവനം കിട്ടിയില്ലെന്ന പരാതി അവർക്കില്ല. അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി വിജിലൻസ് കോടതി തള്ളുകയും ചെയ്തിട്ടുണ്ട്. ഹൈക്കോടതിയിലെ റിവിഷൻ ഹർജിയിൽ വീണയ്ക്കും മുഖ്യമന്ത്രിക്കും നോട്ടീസ് അയക്കണോ എന്നു പോലും തീരുമാനിച്ചിട്ടില്ല. ഏത് ഏജൻസി അന്വേഷണം നടത്തിയാലും പ്രശ്നമില്ലെന്നും ബാലൻ പറഞ്ഞു. മാലിദ്വീപിലെ സൈനിക ഉദ്യോഗസ്ഥരെ പിൻവലിക്കുന്നത് സംബന്ധിച്ച വിഷയത്തിൽ പരിഹാരം കണ്ടെത്താൻ ഇന്ത്യ പരിശ്രമിക്കുകയാണെന്നും ഇരു കൂട്ടർക്കും അംഗീകരിക്കാനാകുന്ന ഒരു പരിഹാരം കണ്ടെത്താനാണ് ശ്രമമെന്നും വ്യക്തമാക്കി വിദേശകാര്യ മന്ത്രാലയം. വിഷയത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര തർക്കങ്ങൾക്കിടയിലാണ് പ്രതികരണം. ഇരു കൂട്ടർക്കും പ്രയോജനകരമായ ഒരു പരിഹാരം കണ്ടെത്തുക എന്നതാണ് പ്രധാനമെന്ന് MEA വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ഈ മാസം 14 കോർ ഗ്രൂപ്പ് യോഗം നടന്നിരുന്നു. 2ാം കോർ ഗ്രൂപ്പ് യോഗം നടക്കാനിരിക്കുകയാണ്. വിവിധ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ചർച്ചകൾ എന്തു ഫലമുണ്ടാക്കുമെന്ന് കാര്യം മുൻകൂട്ടി പറയാനാകില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. മാർച്ച് 15 ഉള്ളിൽ ഇന്ത്യൻ സൈനികരെ പിൻവലിക്കണമെന്നതാണ് മാലദ്വീപ് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാലദ്വീപിന് ഇന്ത്യ നൽകിയ 2 നൂതന ലൈറ്റ് ഹെലികോപ്റ്ററുകളുടെയും 1 ഡോർണിയർ വിമാനത്തിൻ്റെയും പ്രവർത്തനത്തിന് ഈ ഉദ്യോഗസ്ഥർ അത്യന്താപേക്ഷിതമാണ്. പ്രധാനമായും മാനുഷിക സഹായത്തിനും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കുമാണ് ഇവ ഉപയോഗിക്കുന്നത്. ടൂറിസത്തെ ചൊല്ലിയാണ് മാലദ്വീപും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായത്. ഇതിനിടെ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ചൈനയിൽ സന്ദർശനം നടത്തിയിരുന്നു.
5 ദിവസം നീണ്ട ചൈന സന്ദർശനത്തിന് പിന്നാലെയാണ് ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കണമെന്ന നിലപാട് മാലദ്വീപ് കടുപ്പിച്ചത്. തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ ഔട്ട് എന്ന മുദ്രാവാക്യമുയർത്തിയായിരുന്നു നിലവിലെ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു അധികാരത്തിലെത്തിയത്. ചൈനയുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന നേതാവ് കൂടിയാണ് മൊയ്സു. ഔദ്യോഗിക ബംഗ്ലാവ് ഒഴിയണമെന്ന് കാണിച്ച് ഭവന നിർമ്മാണ നഗര കാര്യാലയ വകുപ്പ് നോട്ടീസ് അയച്ചതിനെ തുടർന്ന് വീണ്ടും ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ച് തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൊയ്ത്ര. സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ തവണയാണ് മഹുവ കോടതിയെ സമീപിക്കുന്നത്. കഴിഞ്ഞ തവണ ഹർജി തള്ളിയ കോടതി ഇത്തവണ കേസ് പരിഗണിച്ചിട്ടുണ്ട്. ജസ്റ്റിസ് ഗിരീഷ് കാത്പാലിയുടെ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. ലോക്സഭയിൽ നിന്ന് പുറത്താക്കിയതിനെ തുടർന്നാണ് മഹുവയോട് ബംഗ്ലാവ് ഒഴിയാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പാർലമെന്റ് അംഗം എന്ന നിലയിലാണ് ബംഗ്ലാവ് അനുവദിച്ചിരുന്നതെന്നും ആ പദവിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട സ്ഥിതിക്ക് ഇനിയും അവിടെ തുടരാൻ മഹുവയ്ക്ക് അവകാശമില്ലെന്നുമാണ് DOE പറയുന്നത്. ഡയറക്ടറേറ്റ് ഓഫ് എസ്റ്റേറ്റിനാണ് എംപിമാർ ഉൾപ്പെടെയുള്ളവരുടെ വസതികളുടെയും കേന്ദ്ര സർക്കാരിൻ്റെ മറ്റു വസ്തുക്കളുടെയും ചുമതല. ബുധനാഴ്ചയാണ് ബംഗ്ലാവ് ഒഴിയണമെന്ന് കാണിച്ച് യൂണിയൻ ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മിനിസ്ട്രി മഹുവയ്ക്ക് നോട്ടീസ് അയച്ചത്. നോട്ടീസ് കിട്ടിയാലുടൻ ബംഗ്ലാവ് ഒഴിയണമെന്നാണ് നിയമമെന്നും ഇത് ഉറപ്പുവരുത്തുന്നതിനായി ഉദ്യോഗസ്ഥർ വൈകാതെ ഇവിടെ പരിശോധനയ്ക്ക് എത്തുമെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കി. പാർലമെന്റിൽ ചോദ്യം ഉന്നയിക്കാൻ വ്യവസായി ദർശൻ ഹരിനന്ദയിൽ നിന്ന് പണവും സമ്മാനങ്ങളും കൈപ്പറ്റിയെന്ന പരാതിയിൽ എത്തിക്സ് കമ്മിറ്റി കുറ്റക്കാരിയായി കണ്ടെത്തിയതിനെ തുടർന്ന് കഴിഞ്ഞ മാസമാണ് മഹുവയെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കിയത്. ഇതിന് പിന്നാലെ ഔദ്യോഗിക വസതി ഒഴിയണമെന്ന് കാണിച്ച് ഡിസംബർ 11-ന് DOE മഹുവയ്ക്ക് നോട്ടീസ് അയച്ചിരുന്നു. ജനുവരി 7-ന് മുമ്പ് ഔദ്യോഗിക വസതി ഒഴിയണമെന്നായിരുന്നു നോട്ടീസ്. ഇതിനെതിരെ മഹുവ മൊയ്ത്ര ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നെങ്കിലും അത് തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ചൊവ്വാഴ്ച വീണ്ടും നോട്ടീസ് അയച്ചത്. ബുധനാഴ്ചയോടെ നോട്ടീസ് കൈപ്പറ്റിയ മഹുവ തൊട്ടു പിന്നാലെ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ജനങ്ങളോടുള്ള എടാ പോടാ നീവിളികൾ പോലീസ് മതിയാക്കണമെന്ന് നിർദ്ദേശിച്ച് ഹൈക്കോടതി. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പരമാധികാരികൾ, ആരും ആരുടെയും താഴെയല്ല, കോടതി ഓർമ്മിപ്പിച്ചു. പോലീസ് ജനങ്ങളോട് മോശമായി പെരുമാറുന്നില്ലെന്ന് ഉറപ്പാക്കാൻ വീണ്ടും സർക്കുലർ ഇറക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓൺലൈനായി കോടതിയിൽ ഹാജരായ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഇക്കാര്യം ഉറപ്പു നൽകി. പാലക്കാട് ആലത്തൂർ സ്റ്റേഷനിലെ SI അഭിഭാഷകനോട് അപമര്യാദയായി പെരുമാറിയ സംഭവത്തിൽ ഇടപെട്ടാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ നടപടി. ആരോപണ വിധേയനായ SI VR റിനീഷിനെ താക്കീതോടെ സ്ഥലം മാറ്റിയെന്നും വകുപ്പ് തല അന്വേഷണത്തിന് അടിസ്ഥാനത്തിൽ തുടർ നടപടി ഉണ്ടാകുമെന്നും DGP വിശദീകരിച്ചു. തുടർ നടപടികളിലെ പുരോഗതി വിലയിരുത്താൻ ഫെബ്രുവരി 1-ന് കേസ് വീണ്ടും പരിഗണിക്കും. അപകടത്തിൽപ്പെട്ട വാഹനം വിട്ടുകിട്ടാനുള്ള കോടതി ഉത്തരവുമായി സ്റ്റേഷനിലെത്തിയ അഡ്വക്കേറ്റ് അക്വിബ് സുഹൈനോട് പോലീസ് മോശമായി പെരുമാറുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിനിടെ SI റിനീഷിനെതിരെ അഭിഭാഷകൻ നൽകിയ കോടതിയലക്ഷ്യ ഹർജിയിൽ കോടതി നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. ഈ ഉദ്യോഗസ്ഥൻ മുമ്പ് ജോലി ചെയ്ത ഹേമാംബിക നഗർ സ്റ്റേഷനിൽ പ്രശ്നമുണ്ടാക്കിയതുകൊണ്ടാണ് ആലത്തൂരിലേക്ക് മാറ്റിയതെന്നും സ്ഥലമാറ്റം ഒന്നിനും പരിഹാരമല്ലെന്നും കോടതിയലക്ഷ്യ ഹർജിയിൽ ഹാജരായ അഭിഭാഷകൻ പറഞ്ഞു. ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്കാണ് റിനീഷിനെ മാറ്റിയത്. അഡീഷണൽ SP-യുടെ നേതൃത്വത്തിൽ അന്വേഷണവും നടക്കുന്നുണ്ട്. കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രിയും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ തോമസ് ഐസക്കിന് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ്. തിങ്കളാഴ്ച കൊച്ചി ED ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. മുൻപ് നോട്ടീസ് നൽകിയിരുന്നെങ്കിലും സാവകാശം തേടിയിരുന്നു. ചട്ടം ലംഘിച്ച് പണം വകമാറ്റി ചെലവഴിച്ചതായി ലഭ്യമായ തെളിവുകളിൽ നിന്ന് വ്യക്തമാണെന്ന് EDയുടെ നിലപാട്. കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾക്കാണ് കിഫ്ബിയിൽ നിന്നുള്ള പണം വിനിയോഗിച്ചതെന്നും വ്യവസ്ഥകളൊന്നും ലംഘിച്ചിട്ടില്ലെന്നുമാണ് കിഫ്ബിയുടെ വാദം. ഈ അന്വേഷണത്തിന്റെ പേരിൽ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ലംഘനം നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനെന്ന പേരിൽ 1.5 വർഷമായി ED കിഫ്ബി ഉദ്യോഗസ്ഥരെ ബുദ്ധിമുട്ടിക്കുകയാണെന്നും കാണിച്ച് കിഫ്ബിയും തോമസ് ഐസക്കും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇതുവരെ അയച്ച സമൻസുകൾ പിൻവലിക്കുമെന്ന് ED അറിയിച്ചതിനെ തുടർന്ന് ഹർജിയിൽ ഹൈക്കോടതി നടപടികൾ അവസാനിപ്പിച്ചു. കേസിൽ അന്വേഷണം വിലക്കണമെന്ന കിഫ്ബിയുടെ ആവശ്യം കോടതി അനുവദിച്ചില്ല. അന്വേഷണത്തിൽ ഇടപെടാനും ഹൈക്കോടതി തയ്യാറായില്ല. അന്വേഷണ വിവരങ്ങൾ മുദ്രവെച്ച കവറിൽ കൈമാറണമെന്ന EDയുടെ നിർദ്ദേശവും പ്രോത്സാഹിപ്പിച്ചില്ല. വസ്തുതകളുമായി ബന്ധമില്ലാത്ത അന്വേഷണം ED നടത്തരുതെന്നും മാത്രമാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. എറണാകുളം മഹാരാജാസ് കോളേജിൽ SFI യൂണിറ്റ് സെക്രട്ടറി PA അബ്ദുൽ നാസറിന് വെട്ടേറ്റ സംഭവത്തിൽ 8ാം പ്രതി എൻവയോൺമെന്റൽ കെമിസ്ട്രി 3ാം വർഷ വിദ്യാർത്ഥിയും KSU പ്രവർത്തകനുമായ മുഹമ്മദ് ഇജ്ലാൽ അറസ്റ്റിലായി. MG സർവകലാശാല നാടകോത്സവത്തിന്റെ ഭാഗമായി ക്യാമ്പസിനകത്ത് നാടക പരിശീലനം ഉണ്ടായിരുന്നു. ഇതിന്റെ ചുമതലക്കാരനായ നാസർ പരിശീലനത്തിനു ശേഷം ഇറങ്ങുമ്പോഴാണ് ആക്രമണം ഉണ്ടായത്. ഒപ്പമുണ്ടായിരുന്ന യൂണിറ്റ് കമ്മിറ്റി അംഗം BA ഫിലോസഫി 2ാം വർഷ വിദ്യാർത്ഥി EV അശ്വതിക്കും
കൈക്ക് പരിക്കേറ്റു. പ്രതികൾക്കെതിരെ വധശ്രമം, നിയമവിരുദ്ധ കൂട്ടം കൂടൽ, കലാപശ്രമം, ഭീഷണിപ്പെടുത്തൽ, ആയുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കൽ തുടങ്ങി 9 വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തത്. പ്രതികളെല്ലാം KSU ഫ്രട്ടേണിറ്റി പ്രവർത്തകരാണെന്ന് SFI ആരോപിച്ചു. ബുധനാഴ്ച കോളേജിലെ അറബിക് അധ്യാപകൻ ഡോക്ടർ KM നിസാമുദ്ദീനെ ആക്രമിച്ച ഫ്രട്ടേണിറ്റി പ്രവർത്തകനെതിരെ പ്രതിഷേധിച്ചതിലുള്ള വിരോധമാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്ന് FIR-ൽ പറയുന്നു. ബുധനാഴ്ച രാത്രി 11:20 സംഘർഷമെന്ന് പോലീസ് പറഞ്ഞു. മഹാരാജാസ് കോളേജിലെ സെന്റർ സർക്കിളിൽ വെച്ച് പ്രതികൾ നാസറിനെ തടഞ്ഞു നിർത്തി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും കയ്യിൽ കരുതിയ കത്തികൾ ഉപയോഗിച്ച് വെട്ടുകയുമായിരുന്നു. നാസറിന്റെ കഴുത്തിനു നേരെ 1-ാം പ്രതി കത്തി വീശിയത് കൈകൊണ്ട് തടുത്തില്ലായിരുന്നെങ്കിൽ മരണം വരെ സംഭവിക്കാമായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. നാസറിന്റെ കൈക്കും പരിക്കേറ്റു. അഫ്ഹാമും കമലും ഇരുമ്പുവടി കൊണ്ട് മർദ്ദിച്ചു. മറ്റു പ്രതികൾ കൈകൊണ്ടും ഇരുമ്പുവടി കൊണ്ടും പട്ടിക കഷ്ണങ്ങൾ കൊണ്ടും മർദ്ദിച്ചു. ഇതിനിടെ കേസിലെ 2 പ്രതികൾക്ക് രാത്രി 1 മണിയോടെ മർദ്ദനമേറ്റതായി പരാതിയുണ്ട്. കേസിലെ 2-ാം പ്രതി ബിലാൽ, 7-ാം പ്രതി അമൽ ടോമി എന്നിവർക്ക് നേരെയാണ് 2 ഇടത്തായി ആക്രമണമുണ്ടായത്. കോളേജിലെ വിദ്യാർത്ഥികളായ 20 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ജനറൽ ആശുപത്രിക്ക് മുൻഭാഗത്തും ആംബുലൻസിലുമായിരുന്നു ബിലാലിന് നേരെയുള്ള ആക്രമണം. ഹമാസിന്റെ ഗാസയിലെ തുരങ്ക ശൃംഖല 350 മുതൽ 450 മൈൽ വരെ നീളമുള്ളതാണെന്ന് മുതിർന്ന ഇസ്രായേൽ പ്രതിരോധ ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ. തുരങ്ക നിർമ്മാണത്തിനായി ഹമാസ് ദശലക്ഷക്കണക്കിന് ഡോളർ ചെലവഴിച്ചതായാണ് വിവരം. നവംബർ അവസാനത്തിൽ വെടിനിർത്തൽ കരാറിൽ മോചിപ്പിക്കപ്പെട്ട നിരവധി ബന്ദികൾ തുരങ്കങ്ങൾക്കുള്ളിൽ തടവിലാക്കപ്പെട്ടതായി പറഞ്ഞിരുന്നു. തുരങ്കങ്ങൾ പൊളിക്കാൻ വർഷങ്ങൾ എടുക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. തെക്കൻ ഗാസയിൽ ഖാൻ യൂനിസിന് കീഴിൽ ഏകദേശം 100 മൈൽ തുരങ്കങ്ങൾ ഉണ്ടെന്ന് ഇസ്രായേൽ രഹസ്യാന്വേഷണ സേന വ്യക്തമാക്കി. ഗസയെ ഒരു കോട്ടയാക്കി മാറ്റാൻ കഴിഞ്ഞ 15 വർഷമായി ഹമാസ് സമയവും വിഭവങ്ങളും ഉപയോഗിച്ചു. മിഡിൽ ഈസ്റ്റിൽ വ്യാപകമായി ജോലി ചെയ്തിട്ടുള്ള മുൻ CI ആരോൺ ഗ്രീൻസ്റ്റോൺ പറഞ്ഞു. ഹമാസിന്റെ സൈനിക നേതാവ് യഹ്യ സിൻവാറിനായി ഇസ്രായേൽ സൈന്യം അവരുടെ ഏറ്റവും തീവ്രമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. ഖാൻ യൂനിസിൽ മാത്രം തുരങ്കത്തിന്റെ വാതിലുകൾ നിർമ്മിക്കുന്നതിനും ഭൂഗർഭ വർക്ക്ഷോപ്പുകളുമായി ഹമാസ് $1 മില്യൺ മാറ്റിവെച്ചതായി IDF വ്യക്തമാക്കുന്നത്. ഗസയിൽ അവശേഷിക്കുന്ന 130 ബന്ദികളിൽ പലരും വിശാലമായ തുരങ്ക ശൃംഖലയിൽ എവിടെയോ തടവിലാക്കപ്പെട്ടതായി ഇസ്രായേൽ സംശയിക്കുന്നു. കമാൻഡർമാർ ഉപയോഗിക്കുന്ന തുരങ്കങ്ങൾ കൂടുതൽ ആഴമേറിയതും സൗകര്യപ്രദവുമാണ്. മാത്രമല്ല ഭൂമിക്കടിയിൽ കൂടുതൽ സമയം ചെലവഴിക്കാനും സാധിക്കുന്ന തരത്തിലുള്ളതാണ്. പ്രവേശന കവാടങ്ങളുടെ ഭിത്തികളിൽ ബോംബുകൾ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് IDF ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. തുരങ്കങ്ങൾ പൊളിക്കാൻ വർഷങ്ങളെടുക്കുമെന്ന് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി. ഇസ്രായേൽ സേനയ്ക്ക് അവയെ നശിപ്പിക്കുന്നതിന് മുമ്പ് ഭൂഗർഭപാതകൾ മാപ്പ് ചെയ്യുകയും ബൂബി ട്രാപ്പുകളിൽ ബന്ദികളും ഉണ്ടോയെന്ന് പരിശോധിക്കുകയും വേണം. ഹമാസ് 6000 ടൺ കോൺക്രീറ്റും 1800 ടൺ സ്റ്റീലും വിപുലമായ തുരങ്ക ശൃംഖലയ്ക്കായി ഉപയോഗിച്ചതായി കഴിഞ്ഞ ആഴ്ച IDF വ്യക്തമാക്കിയിരുന്നു. തുരങ്ക നിർമ്മാണത്തിനായി ഹമാസ് ദശലക്ഷക്കണക്കിന് ഡോളർ ചെലവഴിച്ചതായാണ് വിവരം. നവംബർ അവസാനത്തിൽ വെടിനിർത്തൽ കരാറിൽ മോചിപ്പിക്കപ്പെട്ട നിരവധി ബന്ദികൾ തുരങ്കങ്ങൾക്കുള്ളിൽ തടവിലാക്കപ്പെട്ടതായി പറഞ്ഞിരുന്നു. ഗസ മുനമ്പിലുടനീളം ഹമാസ് തുരങ്കങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് ഇസ്രായേൽ പറയുന്നു. ഇത് എൻക്ലേവിലുടനീളം ആയുധങ്ങളും പോരാളികളെയും കടത്താൻ ഏറെക്കാലമായി ഉപയോഗിക്കുന്നവയാണ്. നെറ്റ്ഫ്ലിക്സിനെതിരെ ഹർജിയുമായി കൂടത്തായി കേസ് പ്രതി. കേസിലെ 2-ാം പ്രതിയായ MS മാത്യുവാണ് നെറ്റ്ഫ്ലിക്സിനെതിരെ ഹർജിയുമായി രംഗത്തെത്തിയത്. കൂടത്തായി കേസ് സംബന്ധിച്ച് നെറ്റ്ഫ്ലിക്സും ചില ഓൺലൈൻ മാധ്യമങ്ങളും ചാനലുകളും തെറ്റായ വിവരം പ്രചരിപ്പിക്കുന്നത് തടയാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. MS മാത്യു നൽകിയ ഹർജി പ്രോസിക്യൂഷന്റെ മറുപടിക്കായി 29-ാം തീയതിയിലേക്ക് മാറ്റി. ചികിത്സയ്ക്കായി ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് 1-ാം പ്രതി ജോളി സമർപ്പിച്ച ഹർജിയും കൊലപാതക പരമ്പരയിലെ മറ്റു കേസുകളും അന്ന് കോടതി പരിഗണിക്കും. ഇക്കഴിഞ്ഞ ഡിസംബർ 22-നാണ് കറി ആൻഡ് സൈനൈഡ് ദ ജോളി ജോസഫ് കേസ് എന്ന പേരിൽ നെറ്റ്ഫ്ലിക്സ് ഡോക്യു സീരീസ് പുറത്തിറക്കിയത്. യഥാർത്ഥ ദൃശ്യങ്ങളും അഭിമുഖങ്ങളുമെല്ലാം ഉൾപ്പെടുത്തിയാണ് സീരീസ് പുറത്തിറങ്ങിയത്. മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ സ്ട്രീമിംഗ് തുടരവെയാണ് കേസിലെ 2-ാം പ്രതി ഇതിനെതിരെ ഹർജിയുമായി രംഗത്തെത്തിയത്. അതിനിടെ കേസിൽ ജോളിയുടെ അയൽവാസിയെയും മുൻ താമരശ്ശേരി SIയെയും വെള്ളിയാഴ്ച വിസ്തരിച്ചു. റോയ് തോമസ് പൊന്നാമറ്റം വീടിന്റെ ബാത്റൂമിൽ ബോധരഹിതനായി കുടുങ്ങിക്കിടക്കുന്ന വിവരം അറിഞ്ഞ് അവിടെ ചെന്നിരുന്നെന്നും തന്റെ കാറിലാണ് റോയ് തോമസിനെ ഓമശ്ശേരി ശാന്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതെന്നും 122-ാം സാക്ഷി ജോളിയുടെ അയൽവാസിയായ മുഹമ്മദ് റൌഫ് മൊഴി നൽകി. 2011-ൽ സംഭവം നടക്കുമ്പോൾ കൂടെ ജോളിയും മഞ്ചാടിയിൽ മാത്യുവും വന്നിരുന്നെന്നും മുഹമ്മദ് റൌഫ് കോടതിയിൽ പറഞ്ഞു. രോഗിക്ക് ആന്റിബയോട്ടിക് നിർദ്ദേശിക്കുമ്പോൾ കുറിപ്പടികളിൽ കാരണം സൂചിപ്പിക്കണമെന്ന് ഡോക്ടർമാരോട് നിർദ്ദേശിച്ച് ആരോഗ്യ മന്ത്രാലയം.
ആന്റിബയോട്ടിക്കുകളുടെ വിവേചനരഹിതമായ ഉപയോഗം തടയുകയാണ് ലക്ഷ്യം. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ്, മെഡിക്കൽ അസോസിയേഷനുകൾ, ഫാർമസിസ്റ്റുകളുടെ സംഘടനകൾ, മെഡിക്കൽ കോളേജുകൾ എന്നിവർക്കും കത്തിന്റെ പകർപ്പുകൾ കൈമാറിയിട്ടുണ്ട്. ആന്റിബയോട്ടിക്കുകളുടെയും ദുരുപയോഗം തടയാൻ നടപ്പാക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ഓപ്പറേഷൻ അമൃത് പദ്ധതിയുടെ ഭാഗമായി മരുന്ന് കടകളിൽ പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായി 15 മരുന്ന് കടകൾക്ക് നോട്ടീസ് നൽകുകയും ഒരു സ്ഥാപനത്തിന്റെ ലൈസൻസ് താൽക്കാലികമായി റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. ആന്റി മൈക്രോബിയൻ റെസിസ്റ്റൻസ് ഇന്റർനാഷണൽ ഫോർ ടോട്ടൽ ഹെൽത്ത് എന്നതിന്റെ ചുരുക്കപ്പേരാണ് അമൃത്. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെയുള്ള ആന്റിബയോട്ടിക് ഉപയോഗം 2024 പൂർണ്ണമായും നിർത്തലാക്കുകയെന്നതാണ് ലക്ഷ്യം. അനാവശ്യ ഉപയോഗവും ദുരുപയോഗവും കാരണം ആന്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള രോഗാണുക്കൾ ഉണ്ടാകുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ആന്റി മൈക്രോബിയൽ റെസിഡൻസ് എന്ന ഈ അവസ്ഥയെ നിശബ്ദ മഹാമാരി എന്നാണ് ലോകാരോഗ്യ സംഘടന വിശേഷിപ്പിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാനുള്ള നടപടി ശക്തമാക്കുന്നത്. ആവശ്യമുള്ളപ്പോൾ മാത്രമേ ആന്റിബയോട്ടിക് നിർദ്ദേശിക്കാവൂ. എല്ലാ അണുബാധകൾക്കും ആന്റിബയോട്ടിക് ആവശ്യമില്ലെന്ന് രോഗികൾ മനസ്സിലാക്കണം. ഡോക്ടർമാരുടെ കുറിപ്പടി ഉണ്ടെങ്കിൽ മാത്രമേ ആന്റിബയോട്ടിക് വിൽക്കാനാകൂവെന്നും ഇത് ഫാർമസിസ്റ്റുകൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ്, മെഡിക്കൽ അസോസിയേഷനുകൾ, ഫാർമസിസ്റ്റുകളുടെ സംഘടനകൾ, മെഡിക്കൽ കോളേജുകൾ എന്നിവർക്കും കത്തിന്റെ പകർപ്പുകൾ കൈമാറിയിട്ടുണ്ട്. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് അവസാനിക്കുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ഓൺലൈൻ സന്ദർശിക്കുക.